ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷും ജയമോഹനും തമ്മിൽ സംസാരിക്കുകയാണ്. വിവാഹത്തോടെ കമ്പനി കൂടുതൽ ഡെവലപ്മെന്റ്സിലേക്ക് കൊണ്ടുപോകണമെന്ന് ജയമോഹൻ പറഞ്ഞപ്പോൾ അത് തന്നെയാണ് കൃഷിന്റെയും മോഹം. അതോടൊപ്പം ഡയറക്ടർ ബോർഡ് യോഗം ഉടൻ തന്നെ വേണമെന്ന് ജയമോഹൻ പറഞ്ഞപ്പോൾ അങ്കിള് തന്നെ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നടക്കുമെന്നാണ് കൃഷിന്റെ അഭിപ്രായം. അങ്ങനെ കൃഷിനോട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് ഉടൻ തന്നെ ചെയ്യാമെന്ന് സമ്മതിക്കുകയാണ് ജയമോഹൻ. അതിനുശേഷം കാണിക്കുന്നത് സുമിത്ര ബലരാമനെയും ഭാഗ്യശ്രീയും പാർപ്പിച്ചിരിക്കുന്ന ആ വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. ഗുണ്ടകളോട് എന്തൊക്കെയോ പറഞ്ഞ് മുൻപേ ചട്ടം കെട്ടിയിട്ട് സുമിത്ര നേരെ ബലരാമന്റെയും ഭാഗ്യശ്രീയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഭാഗ്യശ്രീയെ കണ്ടപ്പോഴേക്കും സുമിത്ര സ്നേഹമൊക്കെ അഭിനയിച്ച് നിന്റെ പനി മാറിയോ എന്നൊക്കെ ചോദിച്ച് നെറ്റിയിൽ തൊടുന്നുണ്ട്. എന്നാൽ ഭാഗ്യശ്രീ ആ കൈ തട്ടി മാറ്റുന്നു. നിങ്ങളുടെ കൈ എന്റെ ദേഹത്ത് തൊടണ്ടെന്ന് പറയുന്നു. സുമിത്ര ഭാഗ്യശ്രീയെ പാട്ടിലാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നിനക്ക് പനിയാണെന്ന് പറഞ്ഞപ്പോൾ പൊള്ളിയത് എനിക്കാ, മരുന്നിനും മറ്റൊന്നിനും കുറവ് വരാൻ പാടില്ലെന്ന് അപ്പൊ തന്നെ ഞാൻ എന്റെ ആളുകളോട് പറയുകയും ചെയ്തു. അപ്പോഴേക്കും ബലരാമനും അമ്മ പറഞ്ഞതുകൊണ്ടായിരിക്കാം മരുന്നൊക്കെ ഇവര് കൃത്യമായിട്ട് തന്നെ എത്തിച്ചു. പിന്നെ അമ്മേ, വർഷങ്ങളായിട്ട് ഞാൻ അമ്മയാണ് പെറ്റമ്മയായിട്ട് സങ്കല്പിച്ചത്. ആ ഒരു സ്ഥാനം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. മകന്റെ സ്ഥാനത്ത് ഞാൻ പറയുക, അമ്മ ഭാഗ്യശ്രീ ഒന്ന് വിട്ടയക്കണം. ബലരാമൻ ഭാഗ്യശ്രീക്ക് വേണ്ടി സംസാരിക്കുമ്പോഴും ഭാഗ്യശ്രീ പറയുന്നത് താൻ ഏട്ടനില്ലാതെ വരില്ലെന്നാണ്. പക്ഷെ ബലരാമൻ പിന്നെ അപേക്ഷിക്കുകയാണ് സുമിത്രയോട്. എന്നെ അനുസരിപ്പിക്കാൻ വേണ്ടിയാണല്ലോ അമ്മ ഭാഗ്യശ്രീ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. അമ്മ പറയുന്നത് എന്ത് ഞാൻ അനുസരിച്ചോളാം. ദയവ് ചെയ്ത് ഭാഗ്യശ്രീ വിട്ടയക്കണം. ഇത് കേട്ട ഉടനെ സുമിത്ര ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വിട്ടയക്കുകയാണെങ്കിലും. ഇത് കേട്ട് ഭാഗ്യശ്രീയും ബലരാമനും ഒന്ന് ഞെട്ടുന്നുണ്ട്. അമ്മ വെറുതെ കളിയാക്കാൻ പറയുന്നതാണോ എന്ന് ചോദിക്കുകയാണ് ബലരാമൻ. അല്ലടാ, കാര്യമായിട്ട് തന്നെയാ. നിങ്ങളെ ഇനി ഇവിടെ തടവിൽ വെക്കുന്നില്ല ഞാൻ, നിങ്ങൾക്ക് പോകാം. ബലരാമനും ഭാഗ്യശ്രീയും അത് കേട്ടിട്ട് വിശ്വാസമാകാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ സുമിത്ര വീണ്ടും പറയുകയാണ്, ഞാൻ പറഞ്ഞത് സത്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു ഭീഷണിയായിട്ട് ഞാൻ വരില്ല. അതോടൊപ്പം എടുത്തു വെച്ചിരുന്ന രണ്ടുപേരുടെയും ഫോണുകളെല്ലാം രണ്ടുപേർക്കുമായിട്ട് തിരിച്ചു കൊടുക്കുന്നുമുണ്ട് സുമിത്ര. ബലരാമൻ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് മനസ്സ് മാറാൻ എന്താ കാരണമെന്ന്. സുമിത്ര പറഞ്ഞു കൊടുക്കുകയാണ്, അത് പിന്നെ എനിക്കൊരു അജ്ഞാത ഭീഷണിയുണ്ട്. എന്റെയും ബാലുവിന്റെയും ബിസിനസിന്റെ സ്വഭാവം അറിയാലോ, നിറയെ ശത്രുക്കളാ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറണം, എത്രയും പെട്ടെന്ന് തന്നെ മാറണം. അതുകൊണ്ട് ഇനി സമയം കളയണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് എത്രയും വേഗം പോയിക്കോളാൻ തന്നെ അനുവാദം കൊടുക്കുകയാണ് സുമിത്ര ബലരാമനും ഭാഗ്യശ്രീക്കും. ഇത് കേട്ട ഉടനെ ബലരാമൻ ഭാഗ്യശ്രീയും കുട്ടി പുറത്തേക്ക് കടക്കുകയാണ്. ഇവരങ്ങനെ പോകുന്നത് നോക്കി ഗൂഢലക്ഷ്യത്തോടെ ചിരിച്ചോട്ട് നിൽക്കുകയാണ് സുമിത്രയും. ബലരാമനും ഭാഗ്യശ്രീയും അങ്ങനെ വീടിന്റെ ഗേറ്റ് കടക്കുന്നതും പെട്ടെന്നാണ് ഒരു വണ്ടിയിൽ നിറയെ അജ്ഞാത സംഘം വന്നിട്ട് രണ്ടുപേരെയും ബലമായി പിടിച്ചു കയറ്റി വണ്ടിക്കുള്ളിലേക്ക് ആക്കാൻ ശ്രമിക്കുന്നത്. ബലരാമൻ മാക്സിമം ഫൈറ്റ് ചെയ്ത് തന്നെ ആ അജ്ഞാത സംഘത്തോട് പോരാടുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് സുമിത്രയും ഗുണ്ടകളും ആണെങ്കിലും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. പക്ഷേ ഇതിനിടയിൽ ഭാഗ്യശ്രീയെ മാത്രം ആ വന്ന ആളുകൾ കാറിൽ കയറ്റി കടന്നു കളയുകയാണ് ചെയ്യുന്നത്. ബലരാമന് രക്ഷിക്കാൻ സാധിച്ചില്ല. വിഷമം സഹിക്കാനാവാതെ ബലരാമൻ ഭ്രാന്ത് എടുത്ത പോലെ വന്ന് സുമിത്രയോട് ചോദിക്കുന്നുണ്ട്, ഇതിനെല്ലാത്തിനും പിന്നിൽ നിങ്ങളല്ലേ എന്ന്, എല്ലാം നിങ്ങളുടെ പ്ലാനിങ് ആയിരുന്നില്ലേ എന്ന്. എന്നാൽ സുമിത്ര തനിക്ക് ഒന്നും അറിയില്ലെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഞാനാണ് പ്ലാൻ ചെയ്തതെങ്കിൽ അവര് നിന്നെയല്ലേ തട്ടിക്കൊണ്ട് പോകേണ്ടിയിരുന്നത്. ഇതിപ്പോ നീ പകരം വീട്ടുന്നതല്ലേ, നിന്റെ ആൾക്കാരല്ലേ അവര്, ഇതൊക്കെ നിന്റെ നാടകമല്ലേ എന്നും പറഞ്ഞ് സുമിത്ര ബലരാമനെയും കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഏതായാലും ഇതിപ്പോ തർക്കിക്കേണ്ട സമയമല്ലെന്നും നമുക്ക് എത്രയും വേഗം പോലീസിനെ വിവരം അറിയിക്കണമെന്നും ബലരാമൻ ആക്രോശിക്കുമ്പോൾ, പരാതിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തടവിൽ കിടന്ന കാര്യം കൂടെ അവരോട് പറയേണ്ടി വരും. പോലീസിനെ ഒന്നും ഇതിൽ ഇടപെടുത്തണ്ട, ഇത് ബിസിനസ് ശത്രുതയാണ് എന്ന് സുമിത്ര പറയുന്നുണ്ടെങ്കിലും ബലരാമൻ അത് കേൾക്കുന്നില്ല. ഇത് ശത്രുതയാണെങ്കിലും എന്റെ അനിയത്തിയുടെ ജീവൻ എനിക്ക് രക്ഷിക്കണം, അതുകൊണ്ട് ഞാൻ പോലീസിൽ അറിയിക്കാൻ തന്നെ പോവാണെന്ന് പറഞ്ഞ് ബലരാമൻ വേഗം തന്റെ കാർ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. കൺമണിയാണെങ്കിൽ വീട്ടിലെ ഭക്ഷണം പോലും കഴിക്കാതെ വിഷമിച്ചിരിക്കുകയാണ്. ശ്രീനിവാസൻ ചെന്ന് ഭക്ഷണം കഴിക്കാൻ വരെ വിളിക്കുന്നുണ്ടെങ്കിലും കൺമണി എനിക്ക് വിശപ്പ് തോന്നുന്നില്ലെന്നും ഞാൻ പിന്നെ കഴിച്ചോളാന്നും പറഞ്ഞിരിക്കുകയാണ്. കൺമണിയുടെ വിഷമം മനസ്സിലാക്കുന്ന ശ്രീനിവാസൻ, ആ ജയമോഹൻ സാറ് ഡിസൈൻ കൊള്ളില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണോ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതോടൊപ്പം കൺമണിയെ സമാധാനിപ്പിക്കുന്നുണ്ട്, എല്ലാരെയും ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൽ എന്തെങ്കിലും സാധിക്കുമോ, നീ ഇങ്ങനെ തളരാൻ പാടില്ല. കലയുമായി ബന്ധമുള്ളവരുടെ മനസ്സ് സെൻസിറ്റീവ് ആയിരിക്കും, പെട്ടെന്ന് ദേഷ്യവും സങ്കടവും ഒക്കെ വരും. പക്ഷെ മറ്റുള്ളവരുടെ അഭിപ്രായം അവരുടെ അഭിപ്രായമായിട്ട് തന്നെ കാണും. ബിസിനസ്സുകാർ കലയോ കലാകാരന്മാരെയോ ഒരിക്കലും മുഖവലിക്ക് എടുക്കാറില്ല. അവർക്ക് ആവശ്യം പണം മാത്രമാണ്. അപ്പോൾ അത് വിട്ടുകളാ. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് കൺമണി പറയുന്നുണ്ട് ശ്രീനിയോട്, ജയമോഹൻ സാർ എന്തൊക്കെയോ മനസ്സിലൊളിപ്പിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. നമുക്കെതിരെ ഒരു ആയുധം പ്രയോഗിക്കണമെന്ന് മനസ്സിലുറപ്പിച്ച് തന്നെയാണ് ചില വാക്കുകൾ പറഞ്ഞതും. എതിർത്ത് പറയാനോ ന്യായീകരിക്കാനോ ഒന്നും ഞാൻ നിന്നില്ല. എനിക്ക് ആകെ സങ്കടമായിപ്പോയി. ശ്രീനി പിന്നെയും കൺമണിയെ ആശ്വസിപ്പിക്കുകയാണ്, മോളെ അത് അപ്പോഴത്തെ അവരുടെ മാനസികാവസ്ഥ കൊണ്ട് പറഞ്ഞതായിരിക്കും. അവര് ബിസിനസ്സുകാരല്ലേ, അവർക്കും ഉണ്ടാവില്ലേ പ്രശ്നങ്ങളും വിഷമതകളും ഒക്കെ. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ മോളോട് അങ്ങനെ പറഞ്ഞു പോയി കാണും. അത് നീ വിട്ടേക്ക്. അതുകൊണ്ട് ആദ്യം ഒന്ന് ഭക്ഷണം കഴിക്കുക. ഇത് അച്ഛന്റെ അപേക്ഷയാണ്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അതല്ല നീ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനും കഴിക്കുന്നില്ല. ശ്രീനിയുടെ നിർബന്ധത്തിന് വഴങ്ങി കൺമണി പിന്നെ ഭക്ഷണം കഴിക്കാമെന്ന് സമ്മതിച്ച് ശ്രീനിക്കൊപ്പം പോകുന്നു. ഒരു കലാകാരൻ വളരണമെങ്കിൽ കഴിവ് മാത്രം പോരാ, അതാണ് ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത.
വളർത്താനും തളർത്താനും ഒത്തിരി പേര് കാണും. അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വരാൻ പറ്റുന്ന കലാകാരനെ ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നൊരു കാര്യവും ശ്രീനി കൺമണിയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശ്രീനിയുടെ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ കൺമണിക്കും ആശ്വാസം തോന്നുകയാണ്. ഒന്ന് ശ്രീനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഓഫീസിലും പുറത്തുമൊക്കെ ഇനിയും മോള് ഇതുപോലത്തെ ഒരുപാട് സിറ്റുവേഷൻസ് അഭിമുഖീകരിക്കേണ്ടി വരും. അവിടെ കരഞ്ഞു തളർന്നിരുന്നാൽ കൈപിടിച്ചുയർത്താൻ ആരുമില്ലാതായാൽ അവിടെ തീർന്നു എല്ലാം. ഒന്ന് ധൈര്യം പകരാനോ വാക്കുകൾ കൊണ്ട് ആശ്വാസം പകരാനോ എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും തയ്യാറാക്കി വെക്കണം, എന്തും നേരിടാനും തട്ടിത്തെറിപ്പിച്ച് കയറി വരാനും. കൺമണി ഇത്രയും പറഞ്ഞിട്ടും കഴിക്കാതിരിക്കുന്ന കാണുമ്പോൾ ശ്രീനി പിന്നെയും പറഞ്ഞു കൊടുക്കണം, ഓഫീസിലെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തൽക്കാലം മറന്നേക്ക്. ഒന്നും ഒരു ദിവസം കൊണ്ട് തീരാനോ കുറയാനോ പോകുന്നില്ല. അതിന് പുറകെ പോയാ നമ്മുടെ കുടുംബത്തിന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മളായിട്ട് തന്നെ ഇല്ലാതാകും. അച്ഛന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ മോളുടെ സന്തോഷമല്ലേ, അത് തിരിച്ചു പിടിക്കാൻ അച്ഛൻ എപ്പോഴും കൂടെ ഉണ്ടാവും. ഇനിയിപ്പോ കൃഷി കൂടെ ഉണ്ടല്ലോ നിന്റെ കൂടെ, പിന്നെ എന്തിനാ ടെൻഷൻ? കൃഷിനെ കുറിച്ച് പറഞ്ഞപ്പോ കൺമണിയും പറയുകയാണ്, അതൊരു ധൈര്യം തന്നെയാണ് അച്ഛാ. പക്ഷെ ജയമോഹനങ്ങൾ കാരണം കൃഷി സാറും അല്പം പ്രയാസത്തിലാണെന്ന് തോന്നുന്നു. അതാണ് എനിക്ക് കൂടുതൽ വിഷമം. എന്നാൽ ശ്രീനി വീണ്ടും ഉപദേശിക്കുകയാണ് കൺമണിയെ, മോളെ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്തവരാണ് നിങ്ങൾ രണ്ടുപേരും. ദൈവം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. രാവിലെ വിഘ്നേശ്വരന് മുമ്പിൽ നീ തൊഴുത് പ്രാർത്ഥിക്കും, മനസ്സിന്റെ ഭാരം കുറയും. ശ്രീനിയുടെ വാക്കുകൾ കൺമണിക്ക് ആശ്വാസം പകരുകയും ഭക്ഷണം പിന്നെ സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാനും തുടങ്ങുന്നു. അതിനുശേഷം ഭാഗ്യശ്രീയെ തട്ടിക്കൊണ്ട് വന്ന് ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് പുതിയ അക്രമികൾ. മുഖംമൂടി അണിഞ്ഞെത്തിയ ആക്രമി കത്തിമുനയിൽ നിർത്തി ഭാഗ്യശ്രീയെ ഭയപ്പെടുത്തുമ്പോൾ ആ നടക്കുന്ന ദൃശ്യങ്ങളെല്ലാം മറ്റൊരു കുണ്ട തന്റെ മൊബൈൽ ഫോണിൽ വീഡിയോ ആയിട്ട് എടുക്കുകയാണ്. പിന്നീട് നേരെ ബലരാമനെ വീഡിയോ കോൾ ചെയ്യുകയാണ് അവര്. കത്തിമുനയിൽ നിൽക്കുന്ന ഭാഗ്യശ്രീയുടെ നിസ്സഹായാവസ്ഥ കണ്ട് ബലരാമൻ ആകെ ഷോക്ക്ഡ് ആവുന്നുണ്ട്. ഗുണ്ട ചോദിക്കുകയാണ് ബലരാമനോട്, നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണോ അതോ പരാതി കൊടുത്തു മടങ്ങുകയാണോ? ഭാഗ്യശ്രീ എന്തെങ്കിലും ഇവർ ചെയ്യുമെന്ന് വിചാരിച്ച് ബലരാമൻ പറയുകയാണ്, എനിക്ക് ഒരു പരാതിയില്ല, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, ഭാഗ്യശ്രീ ഒന്നും ചെയ്യരുത്. ഭാഗ്യശ്രീയുടെ അമ്മയോടുള്ള പക നിങ്ങൾ ഈ രീതിയിൽ തീർക്കരുത് പ്ലീസ്. ഭാഗ്യശ്രീ നിങ്ങൾ കെട്ടയച്ചു വിട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്ത് ഞാൻ തരാം. എത്ര രൂപയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഞാൻ തരാം. എന്നാൽ ഇത് കേൾക്കുന്നതും ആ അക്രമി പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, കാശോ? ആർക്ക് വേണോടാ നിന്റെ കാശ്? ബലരാമനപ്പോ ചോദിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അയാൾ പറയും, മാനസയെ നീ കല്യാണം കഴിക്കണം. ഇതേസമയം ഭാഗ്യശ്രീ ബലരാമനോട് അങ്ങനെ ചെയ്യരുതെന്ന് ആംഗ്യഭാഷയിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബലരാമൻ ആകെ വിറങ്ങലിച്ചിരിക്കുകയാണ്. എന്നാൽ അയാൾ പറയും, ജയമോഹന്റെ മകൾ മാനസയില്ലേ, നിന്റെ അനിയൻ എൻഗേജ്മെന്റ് കഴിച്ച കൃഷി കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ശത്രു, നിന്റെ ഈ ശത്രു മാനസ. ആ മാനസയെ നീ കല്യാണം കഴിക്കണം. മാനസയ്ക്ക് ഒരു ജീവിതം കൊടുത്താൽ നിന്റെ അനിയത്തിയുടെ ജീവിതം ഞാൻ രക്ഷിക്കാം. പിന്നെ പോലീസിൽ അറിയിച്ച് അനിയത്തിയുടെ ജീവിതം രക്ഷിച്ചു കളയാമെന്നൊന്നും നീ കരുതണ്ട, തീർത്ത് കളയും ഞാൻ. മാനസയെ കല്യാണം കഴിക്കാൻ പറ്റുമോ ഇല്ലയോ അത് മാത്രം പറ, നീ ആലോചിച്ച് പറഞ്ഞാൽ മതി. നാളെ ഞാൻ വിളിക്കാം. അതുവരെ നിന്റെ രീതിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ഭാഗ്യശ്രീയുടെ മുടിയിൽ പിടിച്ചു വലിച്ചും ക്രൂരമായി മർദ്ദിച്ചും ബലരാമനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് അയാൾ. വീഡിയോ കോളിലൂടെ ആ ദൃശ്യങ്ങൾ തത്സമയം കണ്ട് ബലരാമൻ ആകെ തകർന്നു നിൽക്കെ പെട്ടെന്ന് ആ ഗുണ്ട ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. ബലരാമനെ മാനസികമായി തകർക്കാൻ ഇതിലും വലിയൊരു ചതി അവർക്ക് ചെയ്യാനില്ലായിരുന്നു എന്ന് വേണം പറയാൻ. പിന്നീട് ബലരാമൻ ചെല്ലുന്നത് മാനസയുടെ വീട്ടിലേക്കാണ്. വീടിന്റെ പുറത്ത് നിന്ന് മാനസയെ ഉറക്കെ വിളിച്ചുകൊണ്ട് ഇറങ്ങി വരാൻ തന്നെ അലറുകയാണ് ബലരാമൻ. മാനസ പുറത്തെത്തുന്നതും ബലരാമൻ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് മാനസയോട്, എന്റെ അനിയത്തി എവിടെയാടി? നീ ഭാഗ്യശ്രീ മര്യാദയ്ക്ക് വിട്ടയക്കാൻ പറ. മാനസയാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ, ഭാഗ്യശ്രീ അന്വേഷിച്ച് നിങ്ങൾ ഇവിടേക്കാണോ വരുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ബലരാമന്റെ ക്ഷമ നശിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബലരാമൻ മാനസയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ആക്രോശിച്ചു, ഭാഗ്യശ്രീ എവിടെയാ? നിന്നോട് ഞാൻ പറയാനല്ലേ പറഞ്ഞത്, നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും. എന്നാൽ ഈ കാഴ്ച കണ്ടുകൊണ്ട് ജയമോഹനും ഹേമയും അങ്ങോട്ടേക്ക് വരുന്നു. ബലരാമനെ പിടിച്ച് മാറ്റുന്നുണ്ട് ദേഷ്യത്തോടെ ജയമോഹൻ. നീ എന്താണ് ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിച്ചു ജയമോഹൻ ബലരാമനോട് ദേഷ്യപ്പെടുമ്പോ, എന്താ കാണിക്കുന്നതെന്ന് നിങ്ങളുടെ മോളോട് തന്നെ ചോദിക്കാൻ പറയുകയാണ് ബലരാമനപ്പോ. മാനസ അപ്പോഴും തനിക്കൊന്നും അറിയില്ലെന്നുള്ള രീതിയിൽ കരഞ്ഞോണ്ട് പറയുകയാണ്, എന്താ ബലരാമ കാര്യം? ജയമോനും ഹേമയും ഒക്കെ ചോദിക്കുന്നുണ്ട് ബലരാമനോട് എന്താ കാര്യമെന്ന്. അപ്പൊ ബലരാമൻ ചോദിക്കുകയാണ്, ഞാൻ മാനസയെ കല്യാണം കഴിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ കൂടെ എവിടെയാ ഭാഗ്യശ്രീയെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്? എന്നിട്ട് ജയമോഹൻ ചോദിക്കുകയാണ്, നിനക്കെന്താ ഭ്രാന്താണോ? നിന്റെ അനിയത്തിയെ ഞങ്ങൾക്ക് എന്തിനാ? അതുമല്ല, അങ്ങനെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിക്കേണ്ട ഗതിയൊന്നും ഞങ്ങൾക്കില്ല. നിന്റെ വളർത്തമ്മയാണ് സൂചിപ്പിച്ചത് മാനസയെ ബലരാമൻ വിവാഹം കഴിക്കുമെന്ന്. അതുകൊണ്ട് നിന്റെ അലർച്ചയും അട്ടഹാസവും ഒക്കെ വീട്ടിൽ ചെന്ന് നടത്ത്. സാഗരം, കൃഷ്ണും സുജാതയും ഒക്കെ ഉണ്ടല്ലോ അവരുടെ മുമ്പിൽ. ഇവിടെ നിന്ന് ഇനി ഷോ കാണിച്ചാൽ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കും ഞാൻ. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ബലരാമനോട് ചൂടാവുകയാണ് ജയമോഹനും ഹേമയും ഒക്കെ. ബലരാമൻ അപ്പോഴും വിശ്വസിക്കുന്നത് മാനസയ്ക്ക് ഇതിൽ പങ്കുണ്ടെന്ന് തന്നെയാണ്. മാനസയോട് ചോദിക്കുകയാണ്, മാനസ പ്ലീസ്, ഭാഗ്യശ്രീ എവിടെയുണ്ടെന്ന് നീ പറ. അവൾ എവിടെയുണ്ടെന്ന് നിനക്കറിയാം. നീ ആവശ്യപ്പെടുന്ന എന്തും ഞാൻ തരാം. പക്ഷെ നിന്നെ കല്യാണം കഴിക്കാൻ മാത്രം എനിക്ക് പറ്റില്ല. മാനസയാണെങ്കിൽ അപ്പോഴും നിരപരാധി ചമഞ്ഞുകൊണ്ട്, എനിക്ക് അറിയില്ലെന്നും നിങ്ങളൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അമ്മ പറഞ്ഞതുപോലെ നിർബന്ധിച്ചൊരു കല്യാണത്തിന് എനിക്കും താല്പര്യമില്ല. പിന്നെ ഭാഗ്യശ്രീയെ പറ്റി അവൾ എവിടെയുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ സത്യമായിട്ടും പറയുക, എനിക്കറിയില്ല. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോ, റൂമിലേക്ക് കയറി നോക്കിക്കോ, സംശയം മാറട്ടെ. എന്നാൽ വീട്ടിൽ
കയറ്റാനൊന്നും പറ്റില്ലെന്നും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ പോയി പറയട്ടെ എന്ന് പറഞ്ഞ് ബെല്ലാമനെ പറഞ്ഞുവിടാൻ തന്നെ നോക്കുകയാണ് ജയമോഹൻ. ബെല്ലാമൻ പിന്നെ മറുത്തൊന്നും പറയാതെ അവിടെ ഒന്നും നിരാശനായിട്ട് പോവുകയും ചെയ്യുന്നു. ബെല്ലാമൻ പോയതിനു ശേഷം മാനസയോട് ജയമോഹൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതൊക്കെ എന്ന്. ഭാഗ്യശ്രീക്ക് എന്താ പറ്റിയത്? അവൻ എന്തിനാ ഇവിടെ വന്ന് അക്രമം കാണിക്കുന്നത്? എനിക്കൊന്നും അറിയില്ലെന്ന് തന്നെ പറഞ്ഞ് മാനസ അവരുടെ അടുത്ത് നിന്നും ഒഴിഞ്ഞു മാറുക തന്നെയാണ് ചെയ്യുന്നത്. പിന്നീട് മാനസ നേരെ സുമിത്രയാണ് വിളിക്കുന്നത്. സുമിത്രയോട് കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. ബെല്ലാമൻ ഇവിടെ വന്നെന്നും എന്തൊക്കെയോ പറഞ്ഞ് ബഹളം വെച്ചു. കല്യാണത്തിന്റെ കാര്യമൊക്കെയാണ് പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞതും അവൻ പറഞ്ഞതിൽ നിനക്ക് എന്താ മനസ്സിലാകാത്തത്? ഭാഗ്യശ്രീയെ തട്ടിക്കൊണ്ടുപോയ കാര്യം ചോദിച്ചതല്ലേ? അതുമായി കണക്ട് ചെയ്ത് അവനും നീയും തമ്മിലുള്ള കല്യാണത്തെക്കുറിച്ചും ചോദിച്ചു കാണും. മാനസ അത് സമ്മതിച്ചുകൊണ്ട് അതെ, പക്ഷെ ആന്റിക്ക് ഇതൊക്കെ അറിയാമായിരുന്നോ എന്ന് ചോദിച്ചത് കേട്ട് മാനസെ, സംഭവം ഇത്രയേ ഉള്ളൂ. 2 ദിവസത്തിനുള്ളിൽ നീയും ബെല്ലാമനും തമ്മിലുള്ള വിവാഹം, രജിസ്റ്റർ മാരേജ്, അതിന് നീ തയ്യാറെടുത്തു. ഇതൊക്കെ കേട്ട് ആന്റി എന്നെ പറ്റിക്കുകയാണോ എന്ന് ചോദിക്കുന്ന മാനസയോട്, ബെല്ലാമനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാമെന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നതല്ലേ മാനസ. സുമിത്ര ആരോടും വെറും വാക്ക് പറയാറില്ല. തൽക്കാലം അത്രമാത്രം നീ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ മറുപടി കൊടുക്കുകയാണ് സുമിത്ര. തുടർന്ന് മാനസ ചോദിക്കുകയാണ്, അപ്പൊ 2 ദിവസത്തിനുള്ളിൽ ഞാനും ബെല്ലാമനും തമ്മിലുള്ള വിവാഹം നടക്കുമെന്നാണോ പറയുന്നത്? അതേ മോളെ, സാഗർ കുടുംബത്തിലെ മരുമകളായി നീ വലതുകാല് വെച്ച് ആ വീട്ടിൽ കയറും. അതായത് കൺമണി ആ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നീ അവിടുത്തെ മൂത്ത് മരുമകളായി അധികാരം സ്ഥാപിക്കും. പിന്നെ നമ്മൾ സ്വപ്നം കണ്ടതുപോലെ കാര്യങ്ങൾ സംഭവിക്കും. അലിക നിന്റെ കൈപ്പിടിയിലാകും. ആ കുടുംബം നീ വരയ്ക്കുന്ന വരയ്ക്ക് അപ്പുറമേ നിൽക്കും. കൺമണി കണ്ണീര് കുടിക്കും. എന്റെ ലക്ഷ്യങ്ങളെല്ലാം തകർത്തത് ആ കൺമണിയും എന്റെ മകളും കൂടിയിട്ട്. കൺമണിയാണ് എന്നെ തല്ലിയതും. അവളെ തളച്ച് ആണിയടിച്ച് അവസാനിപ്പിച്ചാലേ നമുക്കിനി വിശ്രമമുള്ളൂ. സുമിത്രയുടെ മോഹന വാഗ്ദാനങ്ങളെല്ലാം കേട്ട് സന്തോഷിച്ചു നിൽക്കുകയാണ് മാനസയും.